ഏറെ കൊട്ടിക്കോഷിക്കലുകൾ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ അനുമോളുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത കേട്ട് ആരാധകർ ഒന്നമ്പരന്നു. കാരണം പ്രശംസകളോടൊപ്പം ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ കലാകാരിയാണ് അനുമോൾ. എന്നാൽ അനുമോളെ അടുത്തറിയുന്നവർ പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയാണ് അനു എന്നാണ്. പല പ്രോഗ്രാമുകളും ഒരേ സമയം ഏറ്റെടുത്ത് എല്ലാം ഓടി നടന്ന് ചെയ്ത് പണമുണ്ടാക്കുന്ന പെൺകുട്ടി. ഇങ്ങനൊരു വാക്കാണ് അടുത്ത സുഹൃത്തുക്കൾക്കും അനുവിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവർ പറയുന്നത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകാൻ പർദ്ദ ധരിച്ച് പ്രൈവറ്റ് ബസ്സിലും ഓട്ടോയിലും എന്തിനേറെ ലോറിക്ക് വരെ കൈകാണിച്ച് അതിൽ കയറി പോയിട്ടുണ്ടെന്നാണ്. അന്ന് അനുക്കുട്ടിക്ക് കുറച്ചധികം കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിന് ശേഷം സ്ഥിതിയാകെ മാറി. ബാധ്യത തീർക്കാനുള്ള കാശിനു വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് പോയതെന്ന് അനു ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അനു പറയുന്നത്, അച്ഛന്റെ കയ്യിൽ ആദ്യമുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ കിയ കാർ വാങ്ങി. പുതിയ കാർ വാങ്ങിയെങ്കിലും പഴയ ഓൾട്ടോ കാർ വിറ്റില്ല. ബിഗ് ബോസിന് ശേഷം അവിടെ നിന്ന് 2 കാർ കൂടി കിട്ടി. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ 4 കാറുകൾ ഉണ്ട്. സിറ്റിയിൽ കുറച്ച് സ്ഥലം വാങ്ങണമെന്നത് അനുവിന്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് കിട്ടിയ വരുമാനവും കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശുമൊക്കെ ചേർത്ത് സിറ്റിയിൽ 25 സെന്റ് സ്ഥലം വാങ്ങി. കുറച്ച് സ്വർണം വാങ്ങി ബാങ്കിൽ വെച്ചു. അച്ഛന് മോതിരം വാങ്ങിക്കൊടുത്തു. അമ്മയ്ക്ക് മാല വാങ്ങി. ചേച്ചിക്ക് വില കൂടിയ ഫോൺ വാങ്ങി നൽകി. ലോണോ കടബാധ്യതകളോ ഒന്നുമില്ലാതെ സ്വസ്ഥമായി. അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ എല്ലാം ഒന്ന് സെറ്റായെന്ന് തോന്നിയപ്പോഴാണ് അനുവിനെ കാണുമ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന വിവാഹം എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതും.